സ്വർണത്തിനുള്ള ഇറക്കുമതി തീരുവ ഇന്ത്യ വർദ്ധിപ്പിച്ചതോടെ ഗൾഫ് രാജ്യങ്ങളിൽ സ്വർണത്തിന്റെ വ്യാപാരം വർദ്ധിച്ചിരിക്കുകയാണ്. നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് മികച്ച അവസരമാണിതെന്ന് ജ്വല്ലറി ഉടമകൾ പറയുന്നു. ഇന്ത്യയേക്കാൾ 12% വിലക്കുറവിലാണ് ദുബായിലെ ജ്വല്ലറികളിൽ സ്വർണം ലഭിക്കുക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 6% നിന്നും 15% കഴിഞ്ഞയിടയ്ക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെയാണ് പ്രവാസികൾക്ക് കോളടിച്ചത്. ഇന്ത്യയിലേതിനേക്കാൾ 12% വരെ വിലക്കുറവിൽ സ്വർണം ലഭിക്കുമെന്നതിനാൽ ഗൾഫിലെ വിപണിയിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പ്രവാസികളായ മലയാളികൾക്കും ഇന്ത്യക്കാർക്കുമൊക്കെ ഇപ്പം നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നത് വലിയൊരു അവസരമാണ്. എത്ര വർഷക്കാലം ഈ ഗവൺമെന്റ് ഈ ഒരു ടാക്സ് സ്ട്രക്ചറൊന്നും ഡിഫറൻസ് ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷെ ഇന്നത്തെ ഈ ഒരു വില വ്യത്യാസം കസ്റ്റമേഴ്സിന്റെ ഇടയിൽ വളരെ ചർച്ചയായിട്ടുണ്ട്. വിസിറ്റ് വിസയിൽ എത്തുന്നവർക്കാണ് സ്വർണം വാങ്ങുമ്പോൾ കൂടുതൽ ലാഭം ലഭിക്കുക. UAE-യിൽ 5% ഉൽപ്പന്നങ്ങൾക്കുള്ള മൂല്യവർദ്ധിത നികുതി. എന്നാൽ വിസിറ്റ് വിസയിൽ എത്തുന്നവർ വാങ്ങുന്ന സ്വർണമടക്കമുള്ള സാധനങ്ങളുടെ ബില്ല് വിമാനത്താവളത്തിൽ കാണിച്ചാൽ ഈ പണം തിരിച്ചു കിട്ടും. ഇതോടെ വിസിറ്റ് വിസക്കാർക്ക് സ്വർണത്തിലെ ലാഭം 15% വരെയാകും. സാധാരണക്കാരായ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്, അതായത് ഒരു 5 പവനോ 10 പവനോ 3 പവനോ ഒക്കെ വാങ്ങുന്നത്, പ്രത്യേകിച്ച് ഒരു കുടുംബം നാട്ടിലോട്ട് പോകുമ്പോൾ, ഒരു ഹസ്ബൻഡും വൈഫും 2 മക്കളുമുള്ള ഒരു കുടുംബമൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഒരു 15-20 പവൻ വരെയൊക്കെ അവർക്ക് ഡ്യൂട്ടി ഫ്രീ അലവൻസ് ആയി കൊണ്ടുപോകാൻ പറ്റുന്നത് വലിയൊരു വില വ്യത്യാസം അവർക്ക് ജ്വല്ലറിയിൽ കിട്ടുന്നുണ്ട്. നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാവുന്ന സ്വർണത്തിന്റെ അളവ് സ്ത്രീകൾക്ക് 5 പവനും പുരുഷന്മാർക്ക് 2.5 പവനുമായി കഴിഞ്ഞയിടയ്ക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതും പ്രവാസികൾക്ക് ആശ്വാസമാണ്. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങി മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആഭരണ ഡിസൈനുകൾ ഗൾഫിലെ വിപണിയിൽ ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മാതൃഭൂമി ന്യൂസ്, ദുബായ്.